ഹായ് ഫ്രണ്ട്സ്, മോംസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാ ദിവസവും പാചകത്തിൻ്റെ മീൻകറി അങ്ങനെ ഓരോരോ കറികളും അല്ലെങ്കിൽ സ്നാക്സിൻ്റെ ഒക്കെ റെസിപ്പി ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു വിളവെടുപ്പും ഇച്ചിരി കൃഷിയും ചെറിയ രീതിയിൽ ഞാൻ ചെയ്തേക്കുന്ന ചെറിയ രീതിയിലുള്ളത് കുറച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് കാണിക്കണമെന്നുണ്ട്, പക്ഷേ അതൊക്കെ ഇപ്പോൾ ഞാൻ തൈയൊക്കെ പാവി വരുന്നേ ഉള്ളൂ കേട്ടോ. എല്ലാം ഏകദേശമൊക്കെ കാലാവധിയൊക്കെ കഴിയുമ്പോൾ നമ്മൾ മാറ്റുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിനി വിളവെടുക്കുന്ന സമയമൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ നല്ലൊരു കോവലിൻ്റെ വള്ളി നട്ടതാണ് കേട്ടോ. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് ഈ ട്രിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ ട്രിപ്പിനും ഇതുപോലെ കുറേയൊക്കെ എനിക്ക് കിട്ടാറുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഇലയെല്ലാം തോരൻ വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതൊക്കെ ഇഷ്ടമാണ്, ഇങ്ങനെ നാടൻ ഫുഡ് എല്ലാവരും നല്ലോണം കഴിക്കും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരുപാട് കാ കിടപ്പുണ്ട്, കോവയ്ക്ക കായ്ച്ച് നല്ല പോലെ. അപ്പോൾ അത് വിഷമൊന്നുമില്ലല്ലോ, അപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ അതാ ഇന്നലത്തെ വീഡിയോ തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വിളവെടുപ്പിൻ്റെ വീഡിയോ നാളെ ഇടാമെന്ന് പറഞ്ഞില്ലയോ, അപ്പോൾ അത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ എല്ലാം ശരിക്കും പൂ കിടപ്പുണ്ട്, ഇനി പൂവും പിഞ്ചും കേട്ടോ. അപ്പോൾ നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ എല്ലുപൊടി, ചാണകപ്പൊടി, ചാരം, പിന്നെ എന്തുവാ ചാരം നമുക്ക് എപ്പോഴും കിട്ടാറില്ല കേട്ടോ, കിട്ടുമ്പോൾ ഇടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾ വേസ്റ്റ്, പഴത്തൊലി, മുട്ടത്തോട് ഇങ്ങനെ വരുന്നതെല്ലാം ഈ വളമായിട്ട് ഉപയോഗിച്ചാൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിത് വിശ്വസിച്ച് കഴിക്കാം കേട്ടോ. പച്ചയ്ക്കായാൽ തന്നെ അങ്ങനെ കഴുകിയാൽ മാത്രം മതി. എന്ന് വെച്ചാൽ വെളിയിലൊക്കെ നിൽക്കുന്നതല്ലേ, അപ്പോൾ ഒന്ന് കഴുകി, വെളിയിലെന്ന് പറഞ്ഞ് ടെറസിൻ്റെ മണ്ടയ്ക്കാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴുകി ഒന്ന് എടുത്താൽ മാത്രം മതി. പക്ഷേ എന്താ പറയാൻ, അത് കാണാൻ തന്നെ ഒരു രസമാണ് കേട്ടോ. ഇങ്ങനെ വരിയായിട്ട് ബൾബ് തൂക്കിയിട്ട പോലെ കാണാൻ തന്നെ ഒരു കണ്ണ് വേണം, അത്രയ്ക്ക് ഭംഗിയാണ്. അപ്പോൾ അതുപോലെ തന്നെ അഗസ്തിപ്പൂയുടെ അഗസ്തിപ്പൂ എന്ന് പറയത്തില്ല, തോരൻ വയ്ക്കുന്ന അതിൻ്റെ ഒരു മൂട് നിൽപ്പുണ്ട്. അപ്പോൾ ഇത്രയും എനിക്ക് ഇത് എന്താ പറയാനാ, ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ അവിയലുണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കാന്താരി ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം ഇതുപോലെ ഒന്ന് പിച്ചിയെടുത്തു. ഇതൊക്കെ നമ്മുടെ സ്വന്തം എന്താ പറയാനാ, ഒരു ബക്കറ്റിലോ ഒരു ചാക്കിലോ വെച്ചിട്ടൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഒരു മനസ്സിനൊരു വല്ലാത്ത സുഖം തന്നെയാണ് കേട്ടോ. ഒരു 10 കാന്താരി ചിലപ്പോൾ ആയിരിക്കും ചില ദിവസം കിട്ടുന്നത്, ചിലപ്പോൾ ഒരു 5 എണ്ണം ആയിരിക്കും നമ്മൾ മോരൊക്കെ ഇങ്ങനെ കാച്ചാനായിട്ട് എടുത്ത് വെച്ചിട്ട് ഓടി ചെല്ലുമ്പോൾ കിട്ടുന്നത്. പക്ഷേ അപ്പോഴുണ്ടല്ലോ ഒരു നിറമുണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് എനിക്ക് കുറേയേറെ കാന്താരിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പിച്ചെടുത്തതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇതെല്ലാം ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന്. അപ്പോൾ തക്കാളി തൈ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല നാടൻ തക്കാളിയാണ് കണ്ടോ. കുറച്ച് തക്കാളി കിട്ടിയിട്ടുണ്ട്, നല്ല വലുപ്പമുള്ള തക്കാളിയാണ് കേട്ടോ. ഇത് പഴുത്ത് ഒക്കെ വരുമ്പോൾ ഇച്ചിരി കൂടെ വലുതാവും. ഇപ്പോൾ എത്ര അങ്ങോട്ട് വിളഞ്ഞിട്ടില്ല, എന്നാലും നല്ല അടിപൊളി തക്കാളി. ഒരു 7-8 എണ്ണം ഇതിനകത്ത് നിൽപ്പുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഇങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരും ഒന്ന് ചെയ്യാനായിട്ടൊക്കെ എല്ലാവരും ഒന്ന് ശ്രമിക്കുക. നമ്മളെല്ലാം അവിടെ നിന്നൊക്കെ അപ്പോഴുണ്ടല്ലോ 2 പ്രാവ് വന്നു. അപ്പോൾ ഞാൻ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതായിട്ടോ. പക്ഷേ ഞാൻ ഇങ്ങനെ എൻ്റെ പിന്നാലെ പോയപ്പോൾ ഉണ്ടല്ലോ, കുറേ കഴിഞ്ഞപ്പോൾ അവരങ്ങ് പറന്നുപോയി പേടിച്ചിട്ട്. അപ്പോൾ അതാ മുളക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഞാൻ പൈനാപ്പിളിൻ്റെ ചെടിയാട്ടോ. പക്ഷേ കായ്ക്കുന്നില്ല, എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വെച്ചിട്ട് കുറേ ദിവസമായി, ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ ഈ മഞ്ഞൾ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞളൊന്നും ഞാനങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. ഞാനിവിടെ നിന്ന് തന്നെയാണ് മഞ്ഞളെടുത്ത് ആദ്യം പുഴുങ്ങി തന്നെ പൊടിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാറില്ല, ഉണക്കി പൊടിക്കും കേട്ടോ. പിന്നെ ഇപ്പോഴും ഞാൻ ഒരു 2 പ്ലാവും തൈയും 2 മാവിൻ്റെ തൈയും കൂടെ മേടിച്ച് ഇപ്പോൾ ഇതുപോലെ ബക്കറ്റിൽ വെച്ചിട്ടുണ്ട്. ഇത് എത്രത്തോളം നല്ലതുപോലെ കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല, എന്നാലും നല്ലപോലെ വരുന്നുണ്ട് കേട്ടോ, നല്ല രസമായിട്ട് വരുന്നുണ്ട്. ഇത് നമ്മുടെ ഫ്രിഡ്ജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ വരുന്ന തെർമോക്കോൾ, അതുകൊണ്ട് ഞാൻ കപ്പ നട്ടേക്കും കേട്ടോ. കഴിഞ്ഞ ട്രിപ്പ് എനിക്ക് നല്ല 2-3 കിലോ കപ്പ കിട്ടിയായിരുന്നു. അപ്പോൾ ഈ ട്രിപ്പ് ഞാൻ ഇതുപോലത്തെ ഒരെണ്ണത്തിലും പിന്നെ 2 അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ അത് കാണിക്കാവേ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ 2 മാവും തൈയും മേടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, കിട്ടുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വീഡിയോ കാണിക്കും നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇതെന്തോ പറയാൻ, ഒരു ചെറിയ പിഞ്ച് വന്നാൽ തന്നെ നമുക്കൊരു വലിയ സന്തോഷമല്ലേ. ഇത് ഞാൻ വെണ്ടയുടെ തൈ വിത്ത് പാവിയേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മാറ്റി നടാനൊക്കെ ഒത്തിരി പണിയുണ്ട് കേട്ടോ. ഇത് ചുമ്മാ വീഡിയോ എടുത്ത കൂട്ടത്തിൽ ഞാനൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തെന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം ഇനി മാറ്റി നടണം. അപ്പോൾ ഇതിനകത്തൊരു വഴുതനകത്തിൻ്റെ തൈയാട്ടോ. അപ്പോൾ പൂത്ത് തുടങ്ങി. ഇതിലൊക്കെ ഒരു 2 വഴുതനങ്ങ കിട്ടുകയാണെങ്കിൽ നമുക്ക് ധാരാളം മതി, മെഴുക്കുവരട്ടി വയ്ക്കാനായാലും എന്താ പറയുക, ചുമ്മാതെ ഒന്ന് നമ്മൾ അത് അരിഞ്ഞ് മുളകൊക്കെ പുരട്ടി ഇങ്ങനെ വറുത്തെടുക്കത്തില്ലേ, അങ്ങനെയൊക്കെ കഴിക്കാനായാലും സൂപ്പറാണ്.
ഒരു പിച്ചിയും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മണമുണ്ടല്ലോ, അയ്യോ, ഒരു സന്ധ്യ ആകുമ്പോൾ വെളിയിലോട്ടൊന്ന് ഇറങ്ങി നിന്നാൽ മതി, എന്തോ മണമെന്നറിയാമോ, നല്ല മണമാണ്. അപ്പോൾ ഞാൻ ഒരു ഓമയ്ക്ക കിട്ടിയപ്പോഴത്തേന് പഴം കഴിച്ചിട്ട് ഞങ്ങൾ വിത്തിട്ടതാണ് കേട്ടോ. അതൊരു ചാക്കിനകത്ത് ഇട്ടപ്പോൾ അത് ഇതുപോലെ കിളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ മണ്ടയ്ക്കൊക്കെ ആയതുകൊണ്ട് ഇത്ര കാറ്റൊക്കെ ആയതുകൊണ്ട് ഇത് അങ്ങനെ കിട്ടുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാനതിനെ കളയാൻ മനസ്സില്ല കേട്ടോ, അങ്ങനെ നിർത്തിയേക്കുക. ചാക്കിനകത്താണ് വെച്ചേക്കുന്നത്, കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും കുറച്ച് ദിവസം നോക്കാം. പിന്നെ ഒന്നുകൂടെ ഒന്ന് കയറൊക്കെ വെച്ച് കെട്ടി, ചെറിയൊരു വള്ളിയെല്ലാം വെച്ച് കെട്ടി വിടണം. കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, ഇന്ന് നിർത്തിയേക്കുക. അപ്പോൾ ഒത്തിരി മണ്ടയ്ക്കല്ലേ, നല്ല കാറ്റായിരിക്കും കേട്ടോ. ചാക്കിനകത്താണ് നട്ടേക്കുന്നത്, കണ്ടോ. ഇങ്ങനെയൊക്കെ കിട്ടുമോ ഇല്ലേ, അല്ല ഒത്തിരി വളമെടുത്തോ, അതൊന്നും അല്ല. പക്ഷെ മനസ്സിനൊരു സന്തോഷം. ഇതാണ്ടോ തക്കാളി വരുന്ന പെട്ടിയാണ്. അപ്പോൾ ഇത് അച്ചായനെ വാങ്ങിച്ചുകൊണ്ടൊക്കെ തരും, കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ അവരും ചോദിച്ചൊക്കെ വാങ്ങിച്ചുകൊണ്ട് തരും. അങ്ങനെ ഞാൻ അതിനകത്താണ് ഇതൊക്കെ വെച്ചേക്കുന്നത്. പിന്നെ മുരിങ്ങ ഞാൻ നേരത്തെയും പിന്നെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒത്തിരി കിട്ടി കേട്ടോ. ഇപ്പോൾ ഇതിനകത്തും പൂവൊക്കെ ശരിക്കും വരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബായ്.